അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ ഡേ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഡേ ആണ് കേട്ടോ. കാര്യം എന്താ വെച്ചാൽ ഇന്ന് ഞങ്ങളുടെ ലല്ലുട്ടൻ്റെ ബർത്ത്ഡേ ആണ്. എനിക്കും എൻ്റെ അമീർക്കാക്കും 5 വർഷത്തിന് ശേഷം പടച്ചും തന്നിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ് കേട്ടോ എൻ്റെ ലല്ലു എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങളുടെ ലല്ലൂസിന് 1 വയസ്സ് തികയാണ് കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ വർഷങ്ങളും മാസങ്ങളൊക്കെ പോകാൻ ഒരു പണിയില്ല അല്ലേ. അപ്പോൾ ഗൈസ് ഇന്നൊരു കുഞ്ഞു ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് വരുന്നത്. ബ്ലാക്ക് കളർ ആയിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമീർക്കാക്ക് ഈ ഒരു ഷർട്ടും പാൻറ്റും ആണ്. പിന്നെ ലല്ലുക്ക് നമ്മൾ ഈ ഒരു കോട്ടും സ്യൂട്ടായിരുന്നു കേട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ബ്ലാക്ക് ഗൗണായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ലല്ലുവിനല്ല ഞാൻ ഫസ്റ്റ് മാറ്റിയിട്ടുണ്ടായിരുന്നത്. ഞാൻ മാറ്റി കഴിഞ്ഞതിന് ശേഷം ലല്ലുവിനെ മാറ്റാമെന്നാട്ടോ വിചാരിച്ചത്. പിന്നെ എൻ്റെ മാറ്റലൊന്നും നടക്കില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഡ്രസ്സപ്പൊക്കെ ചെയ്തു. പിന്നെ വീട്ടിൽ നിന്ന് ഒരുവിധം ആൾക്കാർ വന്നതിന് ശേഷം എല്ലാവരും കൂടി ഉണ്ടാകുമ്പോഴല്ല ഒരു രസമുള്ളതെന്ന് വിചാരിച്ചിട്ട് ലല്ലുവിനെ ആ സമയത്തായിരുന്നു കേട്ടോ ഡ്രസ്സൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ താഴ്ന്ന് പോയി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ എന്തായെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഡെക്കറേഷൻസ് ആണെങ്കിൽ ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ഡെക്കറേഷൻ ചെയ്യുന്നത് എൻ്റെ എളാപ്പാടെ മോനും അതുപോലെ മാമൻ്റെ മോനും ആണ് കേട്ടോ. അപ്പോൾ പുറത്ത് നോക്കുകയാണെങ്കിൽ നല്ല രീതിക്കുള്ള മഴയൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഒന്ന് ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പന്തൽ പരിപാടിയൊക്കെ ഒരു സൈഡിലായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീക്കാണെങ്കിൽ ഭയങ്കര മഴയുള്ളൊരു സമയമായിരുന്നു. അങ്ങനെ ഒരു 11 മണി ആയപ്പോഴേക്കും നമ്മുടെ ഫാമിലീസിലൊക്കെ ഓൾമോസ്റ്റ് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ ലല്ലുവിന് ഡ്രസ്സ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ലല്ലുക്കാണെങ്കിൽ ഡ്രസ്സ് ചെയ്യാനൊന്നും താല്പര്യമില്ല കേട്ടോ. ഓനക്ക് പമ്പേഴ്സിൽ അങ്ങനെ കളിച്ച് നടക്കാനാണ് താല്പര്യം. ഓന് അങ്ങനെ ഇഷ്ടമില്ലാത്ത രീതിക്കാണ്, മുഖം കണ്ടാൽ മനസ്സിലാവും, ഇഷ്ടമില്ലാത്ത രീതിക്കാണ് ഡ്രസ്സ് ചെയ്യാനൊക്കെ നിന്ന് കൊടുക്കുന്നത്. പിന്നെ കസിൻസ് അങ്ങനെ ഓരോന്ന് പറഞ്ഞ് കളിപ്പിച്ചിട്ടൊക്കെയാണ് ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ലല്ലൂസിൻ്റെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാ ഏകദേശം ആയിട്ടുണ്ട്. ലാസ്റ്റ് ഈ ഒരു കോട്ട് ഇടാൻ കുറച്ചൊരു പണി ഉണ്ടായിരുന്നു കേട്ടോ. സംഭവം എന്താ വെച്ചാൽ ലല്ലൂസിന് ഈ കോട്ട് ഇടാൻ തീരെ താല്പര്യമില്ല. അപ്പോൾ കസിൻസൊക്കെ ഒരുപാട് സോപ്പിട്ട് നോക്കി, പക്ഷെ അപ്പോഴൊന്നും പറ്റാതായിട്ട് ലാസ്റ്റ് ഞാൻ തന്നെ ഇട്ട് കൊടുക്കേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ഗൈസ് ഇതാണ് ലല്ലുവിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. ലല്ലുക്കാണെങ്കിൽ ആ സമയത്ത് കോട്ടിൻ്റെ ഫിറ്റ് കൊണ്ടാണോ എന്താ അറിയില്ല, ഓനക്കൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്തിട്ടാണ് കുറച്ച് സമയം ഓൻ ബെഡിൽ അനങ്ങാതെ കിടക്കായിരുന്നു കേട്ടോ എല്ലാവരും നോക്കിയിട്ട്. ആ സമയത്ത് ഞാൻ വിചാരിച്ചത് എല്ലാവരും കണ്ടിട്ടുള്ള എക്സൈറ്റ്മെൻറ്റിൽ അങ്ങനെ വണ്ടടിച്ച് കിടക്കുക കേട്ടോ. ഇനി ഈ ഷൂവും കൂടി ഇട്ടാൽ ലല്ലുവിൻ്റെ ഔട്ട്ഫിറ്റ് ഫുള്ളായിട്ടോ. അപ്പോൾ ഈ കാണുന്നതൊക്കെ എൻ്റെ കസിൻ സിസ്റ്റേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ ഇന്ന് കോളേജും സ്കൂളൊക്കെ ഉള്ള കുട്ടികളാണ്. പക്ഷെ ലല്ലുവിൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞപ്പോൾ ഒക്കെ ലീവാക്കിയിട്ട് വന്നതാട്ടോ. അവരെല്ലാവരും കണ്ടപ്പോൾ തന്നെ ലല്ലുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ലല്ലുവിൻ്റെ ഹെയർ കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അതുകൂടി കഴിഞ്ഞാൽ ലല്ലുവിൻ്റെ ഫുൾ ലുക്ക് കംപ്ലീറ്റ് ആയി. പിന്നെ ഈ കാണുന്നത് എൻ്റെ എളാപ്പയാണ് കേട്ടോ, ഉപ്പാൻ്റെ ബ്രദറാണ്. അപ്പോൾ ഈ ആപ്പ് കൂടാതെ എനിക്ക് വേറെ 2 ആപ്പാരും കൂടി ഉണ്ട്. അവർക്കൊന്നും ഫംഗ്ഷന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി സമയം വൈകിക്കാതെ നമുക്ക് ലല്ലുവിൻ്റെ കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണാമല്ലേ. അപ്പോൾ നമ്മൾ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. അപ്പോൾ ആ സമയത്തുള്ള ഫോട്ടോസും വീഡിയോസും ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് തിരക്ക് പെട്ടപ്പോൾ അങ്ങനെ മറന്നുപോയി. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു പായസം ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പാർട്ടിക്ക് വന്നിട്ടുള്ള എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പായസം. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഒരുമിച്ചിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ എൻ്റെ ഫാമിലി.
സത്യം പറയുകയാണെങ്കിൽ എനിക്ക് വീഡിയോ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഈ വീഡിയോയിൽ എല്ലാവരും കാണുമ്പോൾ എൻ്റെ ഉപ്പാൻ്റെ ഒരു പ്രസൻസ് എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും വിചാരിക്കും എൻ്റെ ഉപ്പാക്ക് ലല്ലുവിനെ ഒരു പ്രാവശ്യമെങ്കിലും കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിലേന്ന്. അതേപോലെ തന്നെ ലല്ലുക്കും എൻ്റെ ഉപ്പാൻ്റെ സ്നേഹം കിട്ടാനുള്ള ഒരു ഭാഗ്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ആ കാര്യം ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര സങ്കടമാണ് കേട്ടോ. കാര്യം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷത്തിന് ശേഷമാണ് ഞാൻ പ്രഗ്നൻ്റ് ആവുന്നത്. ആ സമയത്ത് എല്ലാവരെയും പോലെയും ഭയങ്കരമായിട്ട് സന്തോഷിച്ച ഒരാളായിരുന്നു കേട്ടോ എൻ്റെ ഉപ്പ. അന്ന് എൻ്റെ ഹോസ്പിറ്റലിൽ ഓരോ ചെക്കപ്പിന് പോകുന്നതും എൻ്റെ ഉപ്പാൻ്റെ കൂടെ ആയിരുന്നു കേട്ടോ. അന്നൊക്കെ നല്ല ഹെൽത്തി ആയിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ വയ്യാതായി ഉപ്പ മരിച്ചു. അങ്ങനെ ഉപ്പ മരിച്ചിട്ട് 14 ദിവസം കഴിയുമ്പോഴാണ് എനിക്ക് എൻ്റെ ലല്ലുവിനെ കിട്ടുന്നത്. അതും എൻ്റെ ഉപ്പ മരിച്ചിട്ടുള്ള സെയിം ടൈമിൽ തന്നെയായിരുന്നു ഞാൻ ലല്ലുവിനെയും പ്രസവിച്ചിട്ടുണ്ടായിരുന്നത്. ലല്ലുവിനെ പ്രസവിച്ചത് 8:24 ആ സെയിം ടൈം തന്നെയായിരുന്നു കേട്ടോ ഉപ്പയും മരിച്ചു പോയത്. പിന്നെ എന്തായാലും അള്ളാൻ്റെ തീരുമാനങ്ങളാണല്ലോ. ഇപ്പോൾ ഞാനിത് പറയുന്നുണ്ടെങ്കിലും ആ സമയത്ത് എൻ്റെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര മോശമായിരുന്നു കേട്ടോ. ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം എന്താ പറയുക, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളെ പടച്ചോൻ കൊണ്ടുപോയപ്പോൾ അതേ സമയത്ത് തന്നെ എൻ്റെ ജീവിതത്തേക്ക് പുതിയ ഒരാളും കൂടി പടച്ചോൻ തന്നു. അപ്പോൾ അന്നത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ദിവസങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ ഓക്കെ, ഒരുപാട് പറഞ്ഞിട്ടൊന്നും ഞാൻ ലാഗ് അടിപ്പിക്കുന്നില്ല. ഞാൻ ആ സമയത്ത് വീഡിയോയിൽ കണ്ടപ്പോൾ ഫീലിങ്സ് ഒന്ന് ഷെയർ ചെയ്തെന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഈ കാണുന്നതൊക്കെ ലല്ലുവിന് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കൂടെ സപ്പോർട്ടും കൂടി ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക കേട്ടോ.